സ്റ്റേ സ്ട്രോങ് പറയുമ്പോൾ എളുപ്പമാണല്ലേ, പക്ഷെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേ സ്ട്രോങ് ആയിരിക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ശക്തിയായിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ അനുയോജ്യമായ വിധത്തിൽ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ടോ? ഹൗ ടു റെസ്പോണ്ട് ടു ഇൻസൾട്ട്സ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇൻസൾട്ടുകൾ കേട്ടിട്ടുണ്ടാവും, സഹിച്ചിട്ടുണ്ടാവും. ചില വാക്കുകൾ നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിനെ തകർക്കും, ചിലത് വർഷങ്ങളോളം ഉള്ളിൽ കിടക്കും. നമ്മളെ ചെറുതാക്കാൻ, നമ്മളെ നിയന്ത്രിക്കാൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഹൗ ടു റെസ്പോണ്ട്. അങ്ങനെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് പോസ്. നമ്മൾ അതിനൊരു കുറേ ഫീഡ് കൊടുക്കരുത്, നമ്മൾ കുറേ റെസ്പോണ്ട് ചെയ്തിട്ടും. സോ ജസ്റ്റ് പോസ് ദെയർ. യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് വിൽ ബി ജസ്റ്റ് ടു സ്നാപ്പ് ബാക്ക്. ഇപ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും, പക്ഷെ നമ്മൾ ജസ്റ്റ് പോസ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ റിയാക്ട് ചെയ്യണതാണ് അവർക്ക് വേണ്ടത്, ദാറ്റ് ഈസ് വാട്ട് ദേ വാണ്ട്. പക്ഷെ നമ്മൾ പോസ് ചെയ്യുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവും, ഇവരൊന്നും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. ദെൻ യു ടേക്ക് എ ബ്രേത്ത്, സൈലൻസ് ഫോർ എ സെക്കൻഡ്. ഓൾറെഡി നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ഫീഡ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ, അവർക്ക് ബാക്ക് ടു ബാക്ക് പറയാൻ കിട്ടുന്നില്ലല്ലോ, അവർ കൺഫ്യൂസ്ഡ് ആയി. സോ അത് അവരുടെ ആ ഒരു ഇൻസൾട്ടിൻ്റെ ട്രിഗറിനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. റിയാക്ടിങ് ഗിവിങ് ദം കൺട്രോൾ. റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ആളുകൾ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്നത്? അതിനുള്ള കാരണം ആലോചിച്ചിട്ടുണ്ടോ? ഒരു സിറ്റുവേഷൻ ആലോചിക്കാം. ഇൻസൾട്ട് ചെയ്യണത് ഫിസിക്കൽ കാരണങ്ങളെ കാണിച്ച് ഇൻസൾട്ട് ചെയ്യാം. ചിലപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, എന്തുമാതിരി മെലിഞ്ഞിരിക്കുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ കിട്ടുന്നില്ലേ ഉള്ള സാഹചര്യത്തിൽ, അവിടെ പട്ടിണിയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇനി തടിച്ചിരിക്കുകയാണെങ്കിൽ, എന്താ തടിച്ചിരിക്കുന്നു, നിനക്ക് അവിടെ നല്ല സുഖമല്ലേ. പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് ഇൻസൾട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ ബോഡി കോൺഷ്യസ് ആവും, അവിടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആകെ പ്രശ്നമാവും. അങ്ങനെ പിന്നെ വേറെ ഇൻസൾട്ടുകൾ, ഉയരം കൂടി, ഉയരം കുറഞ്ഞു. ഇനി നമ്മൾ ഹീൽസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താലും പറയും, പിന്നെ ഉയരം കുറഞ്ഞാൽ നീ ഉരുണ്ടിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നല്ലോ. അങ്ങനെ ഫിസിക്കലി എന്തെങ്കിലും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാം. രണ്ടാമത് നമ്മളെ ഇമോഷണലി തളർത്തിക്കളയാനുള്ള കുറേ ആയുധങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ട്. ഒരെണ്ണം പറഞ്ഞുതരാം. ജോലിയില്ലെങ്കിൽ പറയും, നിനക്ക് ജോലിയില്ലേ, അത് ജോലി ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കണേ, പൈസ ഉണ്ടോ കയ്യിൽ? അത് ഡയറക്റ്റ്ലി ഇങ്ങനെ ചോദിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ ആ കൺട്രോള്, നമ്മളുടെ ഒരു കൺട്രോള് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിൽ അവരാണ് സുപ്രീം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരാണ് നമ്മളെക്കാൾ ഉയർന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ സുരക്ഷിതതയിൽ നിന്ന്, നമ്മളുടെ ആ സെക്യൂരിറ്റിയിൽ നിന്ന് നമ്മളെ കണ്ട് ഉടച്ചു കളയാം. അതാണ് അവരുടെ ഒരു ലക്ഷ്യമുള്ളൂ. വെറുതെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, നമ്മളെ വിഷമിപ്പിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇനി ജോലിയുടെ കാര്യമാണ്. ഇനി വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം നോക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ലേ, എന്തോ വലിയൊരു അപരാധം പോലെ ആയിരിക്കും കല്യാണം കഴിയാത്തത്. എത്രയും പ്രായമായിട്ട് ഒന്നും ശരിയായില്ലേ, കല്യാണം ഒന്നും ശരിയായില്ലേ, ജോലി ശരിയായില്ലേ, കല്യാണം ശരിയായില്ലേ, ഇങ്ങനെ ഓരോ ഏജ് അനുസരിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഓരോരോ ത്രെഡ്സ് ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടായിരിക്കും. അത് നമ്മളെങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കും എന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചോദിക്കാം, ആസ്ക് യുവർ സെൽഫ് ക്വിക്ക്ലി, ഈസ് ദിസ് പേഴ്സൺ ഇമ്പോർട്ടൻറ്റ് ടു യുവർ ലൈഫ്? നമ്മുടെ ലൈഫിലേക്ക് ഈ ആൾ ഇമ്പോർട്ടൻ്റ് ആണോ? ഈസ് ദർ എനി ട്രൂത്ത് ഇൻ വാട്ട് ദിസ് സെഡ്? അവർ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ലെങ്കിൽ ജസ്റ്റ് വിട്ട് കളഞ്ഞേക്കാം. ആർ ദേ ട്രൈങ് ടു പ്രൊവോക്ക്, ഡോമിനേറ്റ് ഓർ ഷോ ഓഫ്? പിന്നെ ഇൻസൾട്ട് ചെയ്യണതിന് വേറെ രീതിയുണ്ട്. നമ്മൾ ഇൻസൾട്ട് ചെയ്യാന്ന് പറയുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ഇൻസൾട്ട് ചെയ്യാം, ഒരാളുടെ മുഖത്ത് നോക്കി ഡയറക്റ്റ്. പക്ഷേ ചില ആളുകളുണ്ട്, അവർ ഭയങ്കര ക്രൂക്കഡായിരിക്കും, സഭയിൽ വെച്ചിട്ടായിരിക്കും ഇൻസൾട്ട് ചെയ്യാം, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും പറയാം. നമ്മൾ പ്രൊവോക്ക് ചെയ്യപ്പെടാണ്ടിരുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ അവിടെ ഫെയിൽ ചെയ്യണം. ജസ്റ്റ് ട്രാഷ് ഇറ്റ്. ആ ഒരു ഇൻപുട്ടിനെ ട്രാഷ് ചെയ്യുക, ഇഗ്നോർ ചെയ്തിട്ട്. അതൊരു മാർഗ്ഗമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രാമ ആഡ് ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ വർക്കൗട്ട് ആവില്ല. എക്സാമ്പിൾ നീ നല്ല തടിച്ചിരിക്കുന്നല്ലോ, യെസ് ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം. ഞാൻ തടിച്ചിരിക്കുന്നു, ഞാൻ എക്സസൈസ് ചെയ്തിട്ടും തടി കുറയുന്നില്ല, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നത്, ഞാൻ ഇത്രയും ഭക്ഷണം കഴിഞ്ഞിട്ടും തടി വയ്ക്കുന്നില്ല, ഇങ്ങനെയൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. ഇഫ് ദെയർ ഇൻറ്റൻഷൻ ഈസ് ടു ഇൻസൾട്ട് യു, ജസ്റ്റ് ഡോണ്ട് ഫീഡ് ദം. അതാണ് ഒരു മാർഗ്ഗമുള്ളത്.
അല്ലെങ്കിൽ അങ്ങനെയാണോ, ആണോ, ദാറ്റ് ഈസ് യുവർ ഒപ്പീനിയൻ, ഇതാണോ നിങ്ങളുടെ അഭിപ്രായം. നമ്മളൊരു സർക്കാസ്റ്റിക്കലി പറയണ്ട, അവരെ കളിയാക്കണ പോലെ തോന്നി, ഇനി അവരെ അപമാനിച്ചു എന്ന് അവർക്ക് തോന്നണ്ട. കാമായിട്ട് പീസ്ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം. വെറുതെ ബ്രോക്കൺ ആവാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് നമ്മളെല്ലാവരും ഇൻസൾട്ട് സഹിച്ച് ഭൂമിയോളം താഴ്ന്നു, ഇനിയും താഴാനില്ല എന്നിരിക്കുമ്പോഴായിരിക്കും പിന്നെയും വേറെ തരത്തിലുള്ള ഇൻസൾട്ടുകൾ വരുന്നത്. അപ്പോൾ ചില ആളുകളായിട്ട് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുക. സോ ട്രൈ ടു സെറ്റ് സം ബൗണ്ടറി. കുറച്ച് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് ഇറ്റ് കീപ്സ് ഹാപ്പനിങ്, ബി ഡയറക്റ്റ്. ഷൗട്ടിങ് ഒന്നും ചെയ്യേണ്ട. ഇതിങ്ങനെ കീപ്പ് ഓൺ ഹാപ്പനിങ് ആണെങ്കിലും ലൈഫ് സ്റ്റോറി മൊത്തം എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത് കൊടുക്കണ്ട. വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് പറയാം, എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം. പിന്നെ നിങ്ങൾ പറഞ്ഞ കമൻറ്റിനോട് ഞാൻ ഓക്കെ അല്ല എന്ന് പറയാം. പിന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് നിർത്തൂ എന്ന് പറയാം. ഷോർട്ടായിട്ട് ഫേമായിട്ട് എൻഡ് ദ ഡിസ്കഷൻ. അവിടെ വെച്ചിട്ട് ആ ഡിസ്കഷൻ എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകുമ്പോഴാണല്ലോ പ്രശ്നം. അവർ ബാക്ക് ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം. ഒരു പക്ഷേ അവർക്ക് നമ്മളെക്കാൾ മെച്യൂരിറ്റി കുറവായിരിക്കാം. ചിലപ്പോൾ അവർക്ക് നമ്മുടെ അത്ര മാന്യത കീപ്പ് ചെയ്യാൻ അറിയില്ല എന്നിരിക്കാം. മാന്യത എന്നുള്ളത് അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്നുള്ളത് ഒരു കോൺഷ്യസ്നെസ് ആണല്ലോ, ഒരു ബോധതലമാണ്. അത് പ്രായം കൂടിയെന്ന് വെച്ചിട്ട് ആ ഒരു മാന്യത ഉണ്ടാവണമെന്നില്ല, പ്രായം കുറഞ്ഞു എന്ന് വെച്ചിട്ട് മാന്യത ഇല്ലാണ്ടിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ സിറ്റുവേഷൻസൊക്കെ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യണ കാണാം. പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് നന്നായി പെരുമാറാൻ അറിഞ്ഞു എന്നും വരില്ല. നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ പ്രായം കൂടിയ ആൾക്കാരെ നന്നായി ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർ നല്ലോണം പെരുമാറും നമ്മളോട് എന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ആവണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ലോ റോഡ് ഫീൽസ് ഗുഡ് ഫോർ 5 seconds. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. പക്ഷേ ദെൻ ഇറ്റ് കോസ്റ്റ് യു റെസ്പെക്ട്, ഫോക്കസ് ആൻഡ് പീസ്. നമ്മളെല്ലാതും ഒന്ന് ഷെയ്ക്ക് ഓഫ് ചെയ്യില്ല. യു ഡോണ്ട് വിൻ ബൈ ബിക്കമിങ് വാട്ട് അനോയ്ഡ് യു. നമ്മളെ അനോയ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ നമ്മളതായി തീരല്ലേ. സോ ബെറ്റർ ടു ജസ്റ്റ് കീപ്പ് എവേ. അതിൻ്റെ ബാക്ക് ടോക്ക് വേണ്ട എന്നുള്ളതാണ് പറയണം. വർക്ക് ഓൺ ദ ഇൻസൈഡ്. നമുക്കറിയാം നമ്മൾ ബ്രോക്കണായി, ഇയാളിത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായി, ഞാനിരുന്ന് കരഞ്ഞു 2-3 ദിവസം ഇരുന്ന് കരഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം. വർക്ക് ഓൺ ഇൻസൈഡ്. എങ്ങനെ വർക്ക് ചെയ്യണം? നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടാൻ നമ്മൾ വർക്ക് ചെയ്യണം. ഇൻസൾട്ട്സ് ഹേർട്ട് മോസ്റ്റ് വെൻ ദേ പോക്ക് സംതിങ് അറ്റ് യു. ലൈക്ക് നമ്മളെന്തോ പോക്കിയതെന്ന് തോന്നുമ്പോഴാണ് ഇൻസൾട്ട് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുമ്പോഴൊക്കെ. ഫിക്സ് ദാറ്റ്, ബിൽഡ് സ്കിൽസ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനുള്ള സ്കില്ലുകൾ കൂട്ടിയെടുക്കുക. ഇംപ്രൂവ് വാട്ട് യു ക്യാൻ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണോ അതിനെ ഇമ്പ്രൂവ് ചെയ്യാം. ആക്സെപ്റ്റ് വാട്ട് യു കാണ്ട്. നമുക്ക് അവരെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സോ ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ്, അല്ലേ? അപ്പോൾ കോൺഫിഡൻസ് ഇസ് ദ ബെസ്റ്റ് ആർമർ. നമ്മൾക്ക് ധരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആർമർ, നമ്മുടെ സുരക്ഷാ വലയം എന്നുള്ളത് കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ സ്റ്റേഡ് കാം. ഞാൻ പീസ്ഫുള്ളായി കാമായിട്ടിരുന്നു. ദാറ്റ് വാസ് മൈ വിൻ. അതെൻ്റെ വിജയമാണ്. യുവർ വേർഡ്സ് സേ മോർ അബൌട്ട് യു ദാൻ മീ. നിങ്ങൾ പറഞ്ഞ വേർഡ്സ് എന്നെക്കുറിച്ചല്ല, നിങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ നിങ്ങളുടെ മാന്യതയാണ് വെളിവാക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയാം. അതാണ് കറക്റ്റ് ഫാക്ട്, അല്ലേ? നമ്മളോട് അവർ മാന്യമായി പെരുമാറുന്നില്ല, പേഴ്സണലി ആവട്ടെ സഭയിൽ വെച്ചിട്ടാവട്ടെ, എങ്കിൽ അവരുടെ വേർഡ്സ് അവരെ പറ്റിയാണ് ആ സഭയോട് പറയുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയുന്നത്, അല്ലാതെ നമ്മളെക്കുറിച്ചല്ല. സോ സ്റ്റേ കാം. ദാറ്റ് വാസ് ടു വിൻ. നമ്മൾ കാമായിരിക്കുക, നമ്മൾ പീസ്ഫുള്ളായിരിക്കുക, അതാണ് നമ്മുടെ വിജയം. അപ്പോൾ ഇനി ഒരു ഇൻസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം ട്രിഗേർഡ് ആവാതെ, കരയാതെ, വിഷമിക്കാതെ നമ്മൾ കാമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. ബിൽഡ് അപ്പ് യുവർ കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുക. ഓരോ സിറ്റുവേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് സ്വയം വർക്കൗട്ട് ചെയ്യുക. ബെറ്ററായിട്ട് പല കാര്യങ്ങളും നമുക്ക് നേരിടാൻ പറ്റും. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.